Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ബംഗാളിൽ നിയന്ത്രണം. മാൽഡ ഗസ്റ്റ് ഹൌസിലെ ഉച്ചഭക്ഷണത്തിന് അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി അന്നേ ദിവസം ഗസ്റ്റ് ഹൌസിൽ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ബുധനാഴ്ച വീണ്ടും പശ്ചിമബംഗാളിൽ പ്രവേശിക്കാൻ ഇരിക്കെയാണ് അനുമതി നിഷേധിച്ചത്. അന്നത്തെ യാത്രയുടെ ഉച്ചഭക്ഷണം മാൽഡ ഗസ്റ്റ് ഹൌസിൽ ആക്കാനായിരുന്നു തീരുമാനം. ഇതുപ്രകാരം ജില്ലാ കോൺഗ്രസ് നേതൃത്വം നൽകിയ അപേക്ഷ സർക്കാർ നിരസിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അന്നേ ദിവസം ഗസ്റ്റ് ഹൌസിൽ ഉണ്ടെന്നാണ് അനുമതി നിഷേധിക്കാൻ കാരണമായി പറയുന്നത്. അനുമതി നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് പശ്ചിമബംഗാൾ കോൺഗ്രസ് നേതൃത്വം. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലമാണ് പൊട്ടിത്തെറി ഉണ്ടാകാത്തത്. ഇന്നലെ ബംഗാളിൽ തന്നെ സിലിഗുരി ജില്ലയിലും യാത്രയോട് അനുബന്ധിച്ചുള്ള പൊതുയോഗത്തിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു. യാത്രയുടെ ഇന്നത്തെ പര്യടനം ബീഹാറിൽ പൂർത്തിയായി. കിഷൻഗഞ്ച് വഴിയാണ് യാത്ര പശ്ചിമബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് പ്രവേശിച്ചത്. പൊതുസമ്മേളനത്തിൽ നിതീഷ് കുമാറിനെ വിമർശിക്കാതെ ബിജെപിയെയും ആർഎസ്എസിനെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു. और हिंदुस्तान की राजनीति पर यात्रा का बहुत बड़ा असर पड़ा. एक विचारधारा जो बीजेपी देश के सामने रोज रखती है, नफरत, हिंसा, उसके खिलाफ एक और नया विजन, एक नई विचारधारा खड़ी हुई मोहब्बत की. JDU NDAയിലേക്ക് പോയെങ്കിലും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ യാത്രയിൽ അണിനിരത്തി ശക്തി കാണിക്കാനാണ് കോൺഗ്രസ് നീക്കം. ബീഹാറിൽ അധികാരം തിരിച്ചുപിടിച്ചതിന് പിന്നാലെ നിയമസഭാ സ്പീക്കറെ നീക്കാൻ NDA നീക്കം ആരംഭിച്ചു. റിപ്പോർട്ടർ, ദില്ലി. മമത രാഹുലിനെ അപമാനിച്ചു എന്നതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്നാണ് ഇന്നിപ്പോൾ തടസ്സം നേരിട്ടിരിക്കുന്ന യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക്. അതെ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം. ഓഫ് കോഴ്സ് അസമിൽ മറ്റൊരു സാഹചര്യമായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ പോലും പലതരത്തിലുള്ള എതിർപ്പുകൾ മുന്നണിക്കുള്ളിൽ രൂക്ഷമാകുന്നു. നമ്മൾ ഏറ്റവും അവസാനം വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് ബീഹാറിൽ മഹാഗഡ്ബന്ധൻ പൊളിയുന്നു, നിതീഷ് കുമാർ NDAയുടെ ഭാഗമാകുന്നു. ഇന്നിപ്പോൾ ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുമെന്ന് ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നിതീഷ് കുമാർ ഇപ്പോൾ NDA പാളയത്തിലാണ്. അദ്ദേഹം ഫെബ്രുവരി 4-ാം തീയതി ഈസ്റ്റ് ചമ്പാരനിൽ നടക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടിയിൽ ആതിഥേയനാകാൻ പോവുകയാണ്. അങ്ങനെ വളരെ രസകരമായിട്ട് രാഷ്ട്രീയം പുരോഗമിക്കുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. നോക്കൂ, ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും, ഈ രണ്ട് യാത്രകളും സംഭവിക്കുന്നത് രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. ഭാരത് ജോഡോ യാത്ര യഥാർത്ഥത്തിൽ 4-5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ്, ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ റിജുവനേറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണം രാജ്യത്തുടനീളം എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നൊരു പരിപാടിയാണ്. ആ പരിപാടി ഉണ്ടാക്കിയ ഒരു ഇഫക്റ്റ് കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യരൂപീകരണത്തിന്. അത് നിശ്ചയമായും വഴിവെച്ചിട്ടുണ്ട്. കാരണം ഉയർത്തെഴുന്നേൽക്കുന്നൊരു കോൺഗ്രസിനെ, പ്രതീക്ഷ നൽകുന്നൊരു കോൺഗ്രസിനെയാണ് എല്ലാവരും കണ്ടത്. ആ അർത്ഥത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ അത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് വന്നത്. എന്നാൽ അതിനുശേഷം ഭാരത് ന്യായ് യാത്രയിലേക്ക് വരുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ അടുത്തു. അപ്പോൾ കൂടുതൽ ഒന്നിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഈ യാത്ര നടത്തുന്നത്, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണ് ഈ യാത്ര നടത്തുന്നത്. കുഴപ്പമില്ല, പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും പരമാവധി ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്ന രീതിയിൽ, എല്ലാവരെയും ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ ആ യാത്രയെ മാറ്റിയെടുക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പലപ്പോഴും അത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു പരിപാടിയായി അവസാനിച്ചു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇപ്പോൾ എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഈ പറയുന്ന യാത്രയ്ക്കെതിരെ നിൽക്കുന്നത്? ഇപ്പോൾ മാൽഡയിൽ മമതാ ബാനർജിയുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ ഗസ്റ്റ് ഹൗസ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ ബരാംപൂരിലാണ്, മുർഷിദാബാദിലെ ബരാംപൂരിലാണ് അടുത്ത പരിപാടി. അവിടെയും ഈ പറയുന്ന ഇത് നിഷേധിച്ചിട്ടുണ്ട്. അവിടെ അന്നത്തെ ദിവസം മമതാ ബാനർജി ഉണ്ട് എന്നാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. ഈ മാൽഡയും മുർഷിദാബാദും കോൺഗ്രസിൻ്റെ ബാസ്റ്റിയൻസാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ശക്തിയുള്ള രണ്ട് സ്ഥലങ്ങളാണ്. അവിടെ ഇതിനോടകം തന്നെ വലിയ കലാപങ്ങൾ നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ രീതിയിൽ സംഘർഷങ്ങളും, കലാപങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് വലിയതല്ല അർത്ഥത്തിലല്ല, ചെറിയ ചെറിയ സംഘർഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പോസ്റ്റർ വലിച്ചു കയറുക, പ്രവർത്തകരെ ആക്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ഗ്രൗണ്ടിൽ. യഥാർത്ഥത്തിൽ മമതാ ബാനർജി ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ ബംഗാളിലേക്ക് വരുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ഷെഡ്യൂൾ അങ്ങ് പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒരു യാത്ര അങ്ങ് നടത്തുകയാണ്. അങ്ങനെയല്ലല്ലോ മമതാ ബാനർജി ആ വാർത്ത അറിയേണ്ടത്. യഥാർത്ഥത്തിൽ മമതാ ബാനർജി അവിടെ ക്ഷണിക്കപ്പെടണമായിരുന്നു. മമതാ ബാനർജി ക്ഷണിച്ചിട്ടില്ല. അത് വ്യക്തിപരമായി പോലും അവർ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ദീദിന്ന് അവരെ തന്നെ അവർ സംബോധന ചെയ്തിട്ട്
ഐ എം കമ്മിങ് ടു ബംഗാൾ ദീദി എന്ന് പറയാമായിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മമതാ ബാനർജി ഒരു പരിഭവം പറഞ്ഞിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി ഒരു കത്തയക്കുന്നുണ്ട്, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇടപെട്ടിട്ട് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് മാത്രമല്ല അതിനകത്ത് താങ്കൾക്കും ഗാന്ധി കുടുംബത്തിനും ഇടയിലുള്ള ബന്ധം എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറയുന്നുണ്ട്, ആ കത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളൊരു മര്യാദ അവിടെ കാണിച്ചിട്ടില്ല. ബീഹാറിൽ നിതീഷ് കുമാറിനെ അറിയിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. ഓരോ സംസ്ഥാനങ്ങളിലേക്കും ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശക്തി പ്രകടനമായി അതിനെ മാറ്റുന്നതിന് പകരം ഏകപക്ഷീയമായി ഈ യാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ ആക്ഷേപങ്ങളുണ്ടാവും, മുന്നണിക്കുള്ളിൽ പരിഭവങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാവും. അപ്പോൾ അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പം ഈ ന്യായയാത്ര നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേറ്റം അൺഫോർച്ചുനേറ്റ് ആണ്. ഞാനിപ്പോൾ ഇത് കാണുന്നത് ഒരു ഡിസിൻറ്റഗ്രേറ്റഡായ പ്രതിപക്ഷം വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല വഴിക്ക് പോകുന്ന പ്രതിപക്ഷ പാർട്ടികളായിരുന്നു 2019 പിന്നെ അല്ലെങ്കിൽ 2014 2019 ദേശീയ രാഷ്ട്രീയം കണ്ടതെങ്കിൽ 2024 ഒരു പ്രതീക്ഷയ്ക്ക് വഴിവെച്ചിരുന്നു. ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഈ തേരോട്ടത്തിനെതിരെ ഒരു വലിയ പ്രതിരോധം തീർക്കാൻ പോകുന്നു. ഒരു പക്ഷേ അത്ഭുതകരങ്ങളായ അട്ടിമറികൾ പോലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നൊരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടു വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബംഗാൾ ബംഗാളിൻ്റെ വഴിക്ക്, പഞ്ചാബ് പഞ്ചാബിൻ്റെ വഴിക്ക്, ഡൽഹി ഡൽഹിയുടെ വഴിക്ക്, ബീഹാർ ബീഹാറിൻ്റെ വഴിക്ക് എന്നൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും ഡൽഹിയിലുമൊക്കെ ഒരു ധാരണയിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞാൽ കൂടിയും കൂട്ടായൊരു പ്രതിപക്ഷം, അതിശക്തമായൊരു പ്രതിരോധം എന്ന ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ ഈ ഘട്ടത്തിലെങ്കിലും പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. അതൊട്ടും വളരെ ആശങ്കാകുലമായൊരു സാഹചര്യമാണുള്ളത്. ഏകപക്ഷീയമായി വീണ്ടും BJPക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഇവിടെ എടുക്കേണ്ട മുൻകൈ എടുത്തിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, എന്നെ സംബന്ധിച്ചും ഞാനും മനസ്സിലാക്കുന്നത് ഈ ഇന്നുണ്ടായ സംഭവങ്ങൾ കൂടി വരുമ്പോൾ അപമാനിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ മമത എന്നുള്ളതാണ്. അതായത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെയെ ചൂണ്ടിക്കാണിച്ച മമത രാഹുൽ ഗാന്ധിയെ അപമാനിച്ചിരിക്കുന്നു എന്നിടത്താണ്. ഇപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അറിയിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ചോദ്യം. ആ രൂപത്തിലേക്ക് പോയിട്ടുണ്ടാകില്ല, പക്ഷേ മമതയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. ആ രൂപത്തിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ബംഗാളിൽ എതിർപ്പുണ്ടാകുന്നത്. അതിർത്തിയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചഭക്ഷണം മാൽഡ ഗസ്റ്റ് ഹൗസിലാക്കാനുള്ള തീരുമാനം, അവിടെ മമതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന് അനുമതി നിഷേധിക്കുന്നു. എന്തൊരു അപമാനമാണ്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് എങ്ങനെ ശക്തമായി ഒരുമിച്ച് മത്സരിക്കാമെന്ന് ആലോചിച്ചവരാണിപ്പോൾ തമ്മിൽ കാണാൻ പറ്റാത്ത രീതിയിൽ അകലുന്നത്. ഇപ്പോൾ മമതയ്ക്ക് ഈ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം എന്താണ്? ഇപ്പോൾ 27% അവിടുത്തെ മുസ്ലിം വോട്ട്, അത് ഭിന്നിച്ചു പോകും. ഇപ്പോൾ 3 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഭിന്നിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് BJPക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. മമതയുടെ ആത്മവിശ്വാസം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും BJP വിജയിച്ചിട്ടില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ലോക്സഭാ സീറ്റിൽ തന്നെ അസംഗോളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് തൃണമൂലിലേക്ക് പോവുകയായിരുന്നു BJPയുടെ MP. അപ്പോൾ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശത്രുഘ്നൻ സിൻഹ തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുകയാണ് ചെയ്തിരുന്നത്. അത് ഒരു വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം മമതയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനി ഈ ഇന്ത്യ മുന്നണിയിൽ മമതയുണ്ടോ എന്ന സംശയം പോലും ഉയരുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുന്നണി ഛിന്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുന്നു പല രൂപത്തിൽ. ഇപ്പോൾ പ്രതീക്ഷ തോന്നുന്ന ഒറ്റ കാര്യം ബീഹാറിലെ ലാലു പ്രസാദ് യാദവ് RJDയുടെ നിലപാട് മാത്രമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ബീഹാറിലേക്ക് ഇന്ന് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. അത് നിതീഷ് കുമാറിൻ്റെ ഈ തീരുമാനത്തിന് ശേഷവും വലിയ സംഘം ആളുകൾ തന്നെ ഈ ന്യായയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിതീഷ് കുമാറിനെതിരെ ഒരു കാര്യവും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല. ഈ മുന്നണിയിൽ നിന്നുള്ള ഈ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ജയറാം രമേശ് അതിശക്തമായി പ്രതികരിക്കുന്നു, മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇവർക്കെതിരെയൊന്നും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ഈ സ്നേഹത്തിൻ്റെ കട എന്നുള്ള പ്രയോഗം നടത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കോൺഗ്രസ് വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ കാസ്റ്റ് സെൻസസ്, അത് ബീഹാറിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടുത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അറിയാനാകുന്നത് നാളെ ബീഹാറിൽ യാത്ര തുടരും. ആ യാത്ര തുടരുമ്പോൾ ലാലു പ്രസാദ് യാദവും CPIM MLന്റെ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയും റാലിയിൽ പങ്കെടുക്കുമെന്നുള്ളൊരു സൂചന കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മുന്നണിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആദ്യമായി പങ്കെടുക്കുന്ന ഒരു യാത്രയായി ഒരു പക്ഷേ ലാലു വരുമ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലാലു പ്രസാദ് പല കാരണങ്ങൾ കൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ്. BJP വിരുദ്ധ നിലപാട് അല്ലേ, പ്രതിപക്ഷത്തിൽ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള നിലപാട്. അതേസമയം തന്നെ ലാലുവിനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിട്ടുണ്ട്.
ലാലുവിൻ്റെ മകനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതും സംഭവിക്കുന്നു. യു പിയിലെ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ യു പിയിൽ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുന്നത് യു പിയിലെ ചർച്ച കൂടിയാണ്. യു പിയിലെ 80-ൽ 15 കോൺഗ്രസ് ചോദിച്ചത്, 11 മാത്രം തരുമെന്ന് സമാജ്വാദി പാർട്ടി പറയുന്നു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.33% വോട്ട് മാത്രം നേടിയ കോൺഗ്രസ് എങ്ങനെയാണ് 15 സീറ്റ് ചോദിക്കുക എന്നാണ് SP ചോദിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഒരു സുഗമമായ ചർച്ചയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ DMK ആയിട്ടുള്ള ചർച്ചയ്ക്കിടയിലും ചില DMK നേതാക്കളൊക്കെ കോൺഗ്രസിന് സ്വന്തം കാര്യം മാത്രം മതി എന്ന രൂപത്തിലുള്ള പ്രതികരണം പരസ്യമായി മന്ത്രിമാർ തന്നെ നടത്തുന്നുണ്ട്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസ് 10 മത്സരിച്ചത്. 10 പുതുച്ചേരിയും തേഞ്ഞൊഴുകി എല്ലായിടത്തും ജയിക്കുകയും ചെയ്തു. ഇത്തവണ 12 ചോദിക്കുന്നത്. പക്ഷേ ഈ മക്കൾ നീതി മയ്യം വരുമ്പോൾ കോൺഗ്രസിന് കുറയാനാണ് സാധ്യത. അങ്ങനെ പല രൂപത്തിൽ പല തരത്തിൽ ഇന്ത്യ മുന്നണി ബുദ്ധിമുട്ട് നേരിടുന്നു. ഇന്നിപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു അഭിമുഖം ആജ് തക്കിൽ വന്നിട്ടുണ്ട്. അതിൽ വളരെ ഈസിയായി NDA ജയിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലീൻ സ്വീപ്പ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് തികച്ച് കിട്ടില്ല, അതിലപ്പുറം കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അപ്പോൾ നിതീഷ് കുമാർ അപ്പോഴേക്കും അടുത്ത മറ്റൊരു പദ്ധതിയുമായിട്ട് വരുമായിരിക്കും. അപ്പോൾ ആരും പാർട്ടിക്കാണോ അതോ NDAക്കാണോ? അല്ല, നിതീഷ് കുമാറിന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കൂടുതൽ കിട്ടിയാൽ ഞാൻ ഈ പണി നിർത്തും. അതാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ഇപ്പൊ 45 സീറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര അവിടെ എത്തുമ്പോൾ ഉള്ള കോൺഗ്രസിനുള്ള പിന്തുണ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ബീഹാറിലെ യാത്രയിൽ എത്ര കോൺഗ്രസ് MLA കൂടിയുണ്ട്. 18-ൽ 9 പേരെ വരുള്ളൂ എന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കണക്കിനി വരാനിരിക്കുന്നേ ഉള്ളൂ. നാളെയും കൂടി ഉണ്ടല്ലോ യാത്ര. പക്ഷേ ലാലു വരുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നു. അപ്പോഴും ഈ മുന്നണി ഈ രൂപത്തിൽ ഒരു വലിയൊരു മുന്നണിയായി 28 പാർട്ടികളുടെ മുന്നണിയായി തുടരുമെന്നുള്ള പ്രതീക്ഷയില്ല. എന്തായാലും മമത എന്തായാലും മുന്നണിയിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമുണ്ട്. എന്താണ് തോന്നുന്നത്? നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് ജോഡോ ന്യായ യാത്ര തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണെന്ന്. കേരളത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര വന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് UP പോകാത്തത്? അവിടെ 1.5 ദിവസം, കേരളത്തിൽ ഏതാണ്ട് 18 ദിവസം അല്ലേ? 18 ദിവസം. ഈ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യം അന്ന് ഭാരത് ജോഡോ യാത്ര അഭിമുഖീകരിച്ചിരുന്നു. സമാനമായ വിധത്തിൽ തന്നെയാണ് അത് കുറച്ചുകൂടി ശക്തിയോടുകൂടി ഉന്നയിക്കേണ്ട ബാധ്യത മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്ത്യ മുന്നണിയിലെ ഒരു മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ബംഗാളിൽ ചെന്നിട്ട് അവരുടെ തട്ടകത്തിൽ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നൊരു സ്വാഭാവികമായ ചോദ്യമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. നിങ്ങൾ BJP ശക്തമായ ഇടങ്ങളിൽ പോകാത്തത് എന്താണ്? ഇവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നത്? അതും ഈ പറഞ്ഞ പോലെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി ഒന്നിച്ച് നീങ്ങുമെന്നാണ്. ഇവിടെ കോൺഗ്രസ് അതിൻ്റെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് ഒരു ജോഡോ ന്യായ യാത്ര സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഏതായാലും ഇവർക്കൊന്നും ദഹിച്ചിട്ടില്ല എന്നാണല്ലോ ഇവരുടെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ മമത എതിരാളികളോടൊന്നും യാതൊരു കരുണയും കാണിക്കാത്ത ആളാണ്. ഇപ്പം നിതീഷ് കുമാറിനെ വെട്ടണമെന്ന് തീരുമാനിച്ചു. നിതീഷ് കുമാറിനെ കൃത്യമായി വെട്ടി മുന്നോട്ട് പോവുകയാണ് മമതാ ബാനർജി. അവിടെ രാഹുൽ ഗാന്ധിക്കും ഏതാണ്ട് അതേ റോൾ തന്നെയാണ് മമതാ ബാനർജി വെച്ച് നീട്ടിയിരിക്കുന്നത്. മമതാ ബാനർജി ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയോട് ഒരു കരുണയും കാണിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല എന്നുള്ളതാണ്. മമതാ ബാനർജി കടന്നു വന്നിട്ടുള്ള വഴികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മമതാ ബാനർജി അങ്ങനെ കരുണ കാണിച്ച് മുന്നോട്ട് പോയിട്ടുള്ള രാഷ്ട്രീയ നേതാവുമല്ല. മമത CPMൻ്റെ 34 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. ഒരു ഗോഡ് ഫാദറും മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അവരെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞപ്പോൾ അവർ സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വലിയ നിലയിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഫൈറ്റ് നടത്തിക്കൊണ്ടാണ് ബംഗാൾ പിടിച്ചടക്കിയത്. അതുകൊണ്ട് മമതാ ബാനർജിയോടൊന്നും രാഷ്ട്രീയം പറയാനൊന്നും രാഹുൽ ഗാന്ധി അവിടെ ഭാരത് ജോഡോ ന്യായ യാത്രയായി തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരുന്നത് തന്നെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അബദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിൻ്റെ അനുരണനങ്ങളാണ് എന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പൊട്ടലും ചീറ്റലുകളും മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ച അബദ്ധത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. നോക്കൂ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ കോൺഗ്രസ് വിചാരിച്ചിരുന്നത്? ഞങ്ങൾ വലിയ പാർട്ടിയായിട്ട് മാറും, ഞങ്ങൾക്ക് ഇതിൽ 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെങ്കിലും കിട്ടും. ആ 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണിച്ച് നമ്മൾ വിലപേശുന്നു, ഉടനെ കുറേയധികം സീറ്റുകൾ മറ്റുള്ളവരെല്ലാം നമുക്ക് നൽകുന്നു എന്നുള്ള. ഇനിയിപ്പോൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭാരത് ജോഡോ ന്യായ യാത്ര പഴയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വീണ്ടും ഉണ്ടാവുകയാണ്. അപ്പോൾ ആളുകൾ മുഴുവൻ മറ്റ് ഘടകകക്ഷികളെല്ലാം ഞങ്ങളുടെ
സീറ്റുകളുടെ പിന്നാലെ വന്നു ചേരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏതാണ്ട് തന്നെ ഒരു അൺഈവൺ ഫൈറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ നിലയിലുള്ള തരംഗം BJP സൃഷ്ടിച്ചിരിക്കുന്നത് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠ എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി വേറൊരു തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് വളരെ ദുർബലമായിട്ടുള്ള എതിരാളികളെ വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുമല്ലോ. അങ്ങനെ നിസ്സാരമായി കൈകാര്യം ചെയ്യാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറും മമതാ ബാനർജിയും എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള അതേ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് ഭാരത് ജോഡോ ന്യായയാത്ര. നോക്കൂ, എന്ത് പരിഹാസ്യമായ രീതിയിലാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിനോട് അവിടുത്തെ ഭരണാധികാരികൾ പെരുമാറിയിട്ടുള്ളത്. ഇതാ ഇപ്പോൾ ബംഗാളിലെത്തുമ്പോൾ സമാനമായ അതേ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജിയും കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു തരം കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ പാളിച്ചുണ്ടായി എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. കോൺഗ്രസ് ഈ ഘട്ടത്തിൽ അതായിരുന്നില്ല ശ്രമിക്കേണ്ടിയിരുന്നത്. പക്ഷേ തൃണമൂലിനെ എതിരെയല്ലല്ലോ സംസാരിക്കുന്നത്. തൃണമൂലിനെതിരെ നിങ്ങൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, എന്താ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ LDF നേതാക്കൾ ആ നിലയിൽ പ്രതികരിക്കാൻ കാരണം വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിച്ചുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടട്ടെ എന്നവർ കരുതില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംഘടനാ സംവിധാനം തകർന്നിട്ടുള്ള ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ പോകാത്തത്? ഇവിടെ 17 ദിവസം, അവിടെ 1.5 ദിവസം എന്ന രീതിയിലുള്ള കളിയാക്കലുണ്ടായി. സമാനമായ വിധത്തിൽ കോൺഗ്രസ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല എന്നാണല്ലോ മമതാ ബാനർജി കരുതുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ 30% ന്യൂനപക്ഷ വോട്ടുകളുള്ള സംസ്ഥാനമാണ്. അത് എൻ ബ്ലോക്കായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനാണ്. അതിൽ 5% വോട്ട് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോയിട്ടുണ്ട്. ആ 5% വോട്ട് തിരിച്ചിങ്ങോട്ടേക്ക് പിടിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിനോട് പറയുന്നത്, നിങ്ങൾക്ക് 2 സീറ്റ്, നിങ്ങൾ ജയിച്ച 2 സീറ്റ് തന്നേക്കാം, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അധീർ രഞ്ജൻ ചൗധരി വിളിക്കുന്ന ഭള്ളിന് ഒരു കൈ കണക്കുമില്ല. അപ്പോഴാണ് ഇവിടെ സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് വരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി ചൊടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിതീഷിൻ്റെ കാര്യങ്ങൾ പറയാം, പക്ഷേ നമുക്ക് അടുത്ത കാര്യത്തിൽ. ശരി, സുജിയ. ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ നടക്കുന്ന ഇവൻറ്റ്സ് എന്താണ് എന്നുള്ളത് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ച ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം. മല്ലികാർജ്ജുൻ ഖർഗെ എഴുതിയ കത്ത്, മമതാ ബാനർജിക്ക് എഴുതിയ ആ കത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ഈ തുടരുന്ന പ്രോസസ്സിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഹാവ് ബീൻ മെയ്ഡ് അവെയർ ദാറ്റ് സം മിസ്ക്രിയൻസ് മേ ഫൊമെൻറ്റ് ട്രബിൾ ഫോർ ദ യാത്ര. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇൻറ്റൻഷൻ മേ ബി ടു ഷോ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബാഡ് ലൈറ്റ് ഓർ ഡിസ്റ്റർബ് ദ യാത്ര. മല്ലികാർജ്ജുൻ ഖാർഗെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു എന്ന് മനസ്സിലാക്കേണ്ട ഒരു റെഫറൻസ് ആ കത്തിൽ തന്നെയുണ്ട്. മമതാ ബാനർജിക്ക് കത്ത് അയക്കുന്നു. അതിനുശേഷം മമതാ ബാനർജിക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം സോണിയാഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ബുധനാഴ്ച. പ്രിയങ്ക ഗാന്ധി സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവിടെ ആക്റ്റീവാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും സോണിയാഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ആ കമ്മ്യൂണിക്കേഷൻ ചാനൽ നിലനിൽക്കുമ്പോൾ ശനിയാഴ്ച മമതാ ബാനർജി വീണ്ടും പറയുകയാണ്, തൃണമൂൽ കോൺഗ്രസ് 2024 സോളോ ആയാണ് പോകുന്നത്, ഇനിയൊരു ഫർദറായിട്ടുള്ള ഒരു ടോക്സിനും അവിടെ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഖ്യമില്ല എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് മമതാ ബാനർജി. ശനിയാഴ്ച നമ്മൾ കണ്ടത് അതാണ്. ഇപ്പോൾ ഈ ഒരു ക്ലിയർ ഡിപ്പാർച്ചറിനുള്ളൊരു സന്ദേശം നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ തടയാനുള്ള, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഗസ്റ്റ് ഹൗസിൽ ലഞ്ചിനുള്ള അനുമതി നൽകാതിരിക്കുക എന്ന് പറയുന്നതൊന്നും ഒട്ടും അതിശയമായി എനിക്ക് തോന്നുന്നില്ല. കാരണം മമതാ ബാനർജി സ്ട്രോങ് ആയുള്ള ഒരു സ്റ്റാൻഡ് ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വ്യക്തമായി തന്നെ കാണുകയാണ്. അഭിഷേക് ബാനർജി MP-യുടെ ഒരു പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ട്. ഒരു സൗണ്ട് ബൈറ്റാണ്. ആ സൗണ്ട് ബൈറ്റിൽ അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം കോൺഗ്രസ് ആണെന്നാണ്. ഡെറിക് ഒബ്രിയാൻ അല്ല പറയുന്നത്. മമതാ ബാനർജിയുമായി അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അഭിഷേക് ബാനർജി പറയുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റേജ് കൂടുതലാണ്. ക്ലിയറായി പറയുന്ന സിംഗിൾ സെൻറ്റൻസ് ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. PTA അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, കോൺഗ്രസിൻ്റെ അതായത് ഒരു സിറ്റിംഗ് ഐഡിൽ പോളിസി, ഈ വെറുതെ ഇരുന്ന് കളഞ്ഞ സമയമുണ്ടല്ലോ, ഒരു 8 മാസക്കാലം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനായി സീറ്റ് ഷെയറിംഗിലേക്ക് ഒരു അലയൻസ് ഫോം ചെയ്യുമ്പോൾ സീറ്റ് ഷെയറിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങണം. അത് അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിൻ്റെ കാര്യം പറയാം എന്ന് പറഞ്ഞാൽ അതിന് തൃണമൂലിനെ കിട്ടില്ല എന്നുള്ളതാണ് തൃണമൂൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ സീറ്റിലും 42 സീറ്റിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും മമത ഉറപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സീറ്റ് ഷെയറിംഗിലേക്കൊന്നും തൃണമൂൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. ഡെറിക് ഒബ്രിയാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ പ്രശ്നങ്ങളൊക്കെ വഷളാക്കിയത്
അധിർ രഞ്ജൻ ചൗധരി, അതൊരു BJPയുടെ ബി ടീം പോലെയാണ്, അല്ലെങ്കിൽ അമിത്ഷാ എന്താണോ പറയുന്നത് അതുതന്നെയാണ്. ED ഓഫീസുകൾ ആക്രമിച്ച വിഷയത്തിലായാലും ഒക്കെ അധിർ രഞ്ജൻ പറയുന്നതും അമിത്ഷാ പറയുന്നതും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് എന്ന് ആവർത്തിച്ച് ഡെറിക് ഒബ്രയൻ പറയുന്നുണ്ട്. ഈ സൂചനകളൊന്നും കോൺഗ്രസിന് മനസ്സിലായില്ലേ എന്നുള്ള ഒരു കാര്യമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഈ ബിഗ് ബ്രദർ കളിയുണ്ടല്ലോ, അത് നടക്കില്ല ഇനി. ആ ബിഗ് ബ്രദർ കളിക്കാൻ നിന്നാൽ അഖിലേഷ് യാദവും സമ്മതിക്കില്ല, മമതാ ബാനർജി സമ്മതിക്കില്ല, അരവിന്ദ് കെജ്രിവാളും സമ്മതിക്കില്ല, നിതീഷ് കുമാർ ഓൾറെഡി പോയി. അപ്പോൾ അത് കോൺഗ്രസ് തിരിച്ചറിയണം. അല്ലാതെ മാൾഡയിലെ ഗസ്റ്റ് ഹൗസിലെ വിഷയമല്ല ഇവിടുത്തെ യഥാർത്ഥ വിഷയം. ഇന്ത്യ മുന്നണി തകരുകയാണ്. ഉണ്ണി സാർ വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോളിങ് അപ്പാർട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സംവിധാനം തകരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു മെക്കാനിസം ചെയ്യുന്നതിന് പകരം ഞങ്ങളുടെ റാലിക്ക് ഇന്നയിടത്ത് ഉച്ചഭക്ഷണത്തിന് അനുമതിയില്ല, അതല്ലല്ലോ ഇവിടെ പ്രധാനം. ഇങ്ങനെ ഒരു മുന്നണി തകരുന്നു എന്നത് മനസ്സിലാക്കി അതിനായിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു നിതീഷ് കുമാറിന്റെ മുന്നണി വിടൽ അത് പ്രീ പ്ലാൻഡ് ആണ്. അതിന് ത്യാഗി കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. KC ത്യാഗി, JDUവിന്റെ KC ത്യാഗി കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു അൺടച്ചബിളായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രശ്നമാണ് അവിടെയെന്ന് മുന്നണി വിട്ടുപോയ JDU പറയുന്നു. മുന്നണിയിൽ ഉണ്ടെങ്കിൽ പോലും സീറ്റ് ഷെയറിംഗ് ഇല്ല എന്ന് പറയുന്ന മമത പറയുന്നു. എല്ലാവരും കോൺഗ്രസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ് അവിടെ. പക്ഷേ ത്യാഗി മറ്റൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, മമത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെ നിർദ്ദേശിച്ചത് കൊണ്ടാണ് പോയത്. നിതീഷിന്റെ പിണക്കത്തിന്റെ കാരണം നമ്മൾ ചർച്ച ചെയ്താണല്ലോ. ഇവിടുത്തെ ഞാൻ പറഞ്ഞു വെച്ചാൽ കോൺഗ്രസിനെ കുറിച്ച് മുന്നണിയിലെ മറ്റു കക്ഷികൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. JDU പറയുന്നു അൺടച്ചബിൾ ആയി നിൽക്കുന്നു, മമത പറയുന്നു സീറ്റ് ഷെയറിംഗിനെ കുറിച്ച്. മമത എന്ന് വെച്ചാൽ തൃണമൂലിൽ നിന്ന് അഭിഷേക് കൃത്യമായി പറയുന്നത് മമതയുടെ വാക്കുകൾ തന്നെയാണ്. കൃത്യമായ ഒരു സീറ്റ് ഷെയറിംഗിലേക്ക് 8 മാസം ഞങ്ങൾ കാത്തിരുന്നു, ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് കാത്തിരിക്കണം എന്ന് ചോദിക്കുന്നു. അഖിലേഷ് യാദവും ഈ പറയുന്ന രീതിയിലുള്ള കോൺഗ്രസിന്റെ സമീപനത്തോട് യോജിപ്പില്ല എന്നുള്ളത് പരസ്യമായി തന്നെ പറയുന്നു. ആപ്പ് ഭഗവത് മന്നിലൂടെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുന്നു 13-ന് ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അതിലും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലൊന്നും ഒരു പരിഹാരവുമായിട്ടില്ല. ഇപ്പോൾ ഈ ഭാരത് ജോഡോ ന്യായയാത്ര ബീഹാറിലേക്ക് വരുമ്പോൾ കിഷൻഗഞ്ച് റാലിയിലെ പ്രസംഗത്തിൽ നിതീഷ് കുമാർ മുന്നണി വിട്ടല്ലോ, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് നിതീഷ് കുമാറിനെതിരെ പറയുന്നില്ല? അവിടെയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സിലേക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി പോകുന്നത് നമ്മൾ കാണുന്നത്. കിഷൻഗഞ്ച് റാലിയിൽ BJPയെയും മോദിയെയും ഒക്കെ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ജാതി സെൻസസ് എടുത്തു പറയുന്നുണ്ട്. ദ ലാൻഡ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ് ബീഹാർ എന്ന് പറയുന്നുണ്ട്. അവിടെ ജയറാം രമേശ് കാണിച്ച ആർജവം പോലും രാഹുൽ ഗാന്ധി കാണിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ജയറാം രമേശ് ഈ റാലിക്ക് മുന്നോടിയായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ കമേലിയൻ ആണ് നിതീഷ് കുമാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു പരാമർശം പോലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഒരിടത്ത് പോലുമില്ല. പിന്നെ ഈ RJD ഇതിനകം തന്നെ ന്യായയാത്രയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അറേറിയയിൽ രാഹുൽ ഗാന്ധി RJDയുടെ ആളുകളൊക്കെ ഇതിനകം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിലുള്ളൊരു റിസപ്ഷൻ റാലിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. അറൌണ്ട് 3.5 lakhs ആണ് അവർ അവകാശപ്പെടുന്നത്. ഭാരത് ജോഡോ ന്യായയുടെ യാത്രയുടെ സംഘാടകർ അവകാശപ്പെടുന്നത് 3.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കിഷൻഗഞ്ച് ടു അരാറിയ, അതാണ് നമ്മൾ കാണുന്ന ആ ഒരു റീച്ച്. ഇനി അടുത്തത് നാളെ നടക്കാൻ പോകുന്നത് പൂർണിയയിലാണ്. പൂർണിയയിലെ റാലിയിലാണ് തേജസ്വി യാദവ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കാൻ പോകുന്നത്. ആ റാലിയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 3 lakhs ആണ്. അപ്പോൾ നിതീഷിന്റെ തട്ടകത്തിൽ BJPക്കൊപ്പം പോയ നിതീഷിന്റെ തട്ടകത്തിൽ ഇത്രയും വലിയ റാലി നടത്താൻ, ഇത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ അറിയാമെങ്കിൽ കൃത്യമായി വിമർശിച്ചുകൂടെ? എന്തിനാണ് സ്പെയർ ചെയ്യുന്നത്? നിതീഷിനെ എന്തിനാണ് സ്പെയർ ചെയ്യുന്നത്? ഇനിയും നിതീഷ് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണോ? മുന്നണി വിട്ടുപോയി മോദിക്കൊപ്പം റാലി നടത്താൻ പോകുന്ന നിതീഷിനെ ഒന്ന് വിമർശിക്കാൻ പോലും രാഹുൽ ഗാന്ധി അവിടെ തയ്യാറാകുന്നില്ല. നോക്കൂ, ജനുവരി 14-ാം തീയതിയാണ് മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് ഈ റാലി തുടങ്ങുന്നത്. 15 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ എത്ര നഷ്ടമുണ്ടായി? ഇന്ത്യ മുന്നണി ഈ 15 ദിവസം കൊണ്ട് ഛിന്നഭിന്നമായി പോയി എന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന ചോദ്യമോടെ നിൽക്കുകയാണ്. മമതാ ബാനർജിയെയോ നിതീഷ് കുമാറിനെയോ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് കോൺഗ്രസ് നടത്തേണ്ടത് ഒരു ഇൻട്രോസ്പെക്ഷനാണ്. കോൺഗ്രസ് സ്വയം തിരിച്ചറിയണം, ഞങ്ങളാണ് ഇതിനെ നശിപ്പിക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ അവിടുത്തെ നശിപ്പിക്കുന്ന ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ പുറത്ത് ചികിത്സ ചെയ്യുകയാണ്. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഇവർ റാലിക്ക് അനുമതി നൽകിയില്ല. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്ന ആ ഒരു വലിയ നാശമുണ്ടല്ലോ, അതവർ മനസ്സിലാക്കണം. പിന്നെ ഈ അനുമതി നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ഇവർ പറഞ്ഞു തുടങ്ങിയത്. 28-ാം തീയതി എന്താണ് സംഭവിച്ചത്? ബംഗാളിലൂടെ യാത്ര വന്നപ്പോൾ 2 ദിവസത്തെ യാത്രയുടെ ഒരു ഹോൾട്ട് ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25-ാം തീയതി കഴിഞ്ഞ് 2 ദിവസം ഒരു ഹോൾട്ടായിരുന്നു യാത്രയ്ക്ക്. 26, 27, 28-ന് ബംഗാളിലേക്ക് വരുമ്പോൾ ബംഗാളിൽ അന്ന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? പോലീസ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് യാത്ര പോകുന്നതിന് ചില അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ട്. അന്ന് ഇതിനെ ഹൈലൈറ്റ് ചെയ്യണമായിരുന്നു കോൺഗ്രസ്. അന്ന് സൈലൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു നിശബ്ദമായ രീതിയിൽ പ്രതികരിക്കാതെയിരുന്നു. ഇന്നിപ്പോൾ കാണിക്കുന്ന ഇത് മാൾഡയിൽ തടഞ്ഞു, മാൾഡയിൽ അനുമതിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് അന്ന് പറയണമായിരുന്നു. 28-ാം തീയതി ഇങ്ങനെ പോലീസ് റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് തടയുന്നത് എപ്പോഴാണ്? 24-ാം തീയതിയാണ്. അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴും അവിടെ സൈലൻസ് ആണ്.
പിന്നെ മമതാ ബാനർജിയുടെ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ മമതയുടെ ഷെഡ്യൂൾ എടുത്തു നോക്കി. അതിൽ കുച്ച് ബിഹാർ ഉണ്ട്, നോർത്ത് ദിനാജ്പൂർ ഉണ്ട്, സൗത്ത് ദിനാജ്പൂർ ഉണ്ട്, മാൾഡയുണ്ട്, മൂർഷിദാബാദ് ഉണ്ട്, നാദിയുണ്ട്. എല്ലായിടത്തും അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂ എന്ന പേരിലാണ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ് മെഷീനറിക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ മമതയുടെ ഭാഗത്ത് നോക്കുമ്പോൾ മമതയ്ക്ക് വിശദീകരിക്കാൻ ന്യായം അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് കോൺഗ്രസിന് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ മാൾഡയിലെ ഭലൂക്കയിൽ സ്റ്റേറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ അവിടെ ഈ റിവ്യൂ മീറ്റിങ്ങിനായി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ മമത പറയുന്ന ഭാഗത്ത് ന്യായം നിൽക്കുകയാണ്. പക്ഷേ ഈ യാത്ര തടയുകയാണ് എന്നുള്ളത് 28-ന്റെ അത് ക്യാൻസൽ ചെയ്തപ്പോഴേ രാഹുൽ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ബീഹാറിൽ പോയി ഇനി എന്ത് ചെയ്താലും അവിടെ ഒരു ഘർ വാപ്പസി നടത്തി കഴിഞ്ഞിരിക്കുന്നു നിതീഷ്. ഇനി അവിടെ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിതീഷിനെ വിമർശിക്കുക എന്നുള്ളതാണ് ബീഹാറിലെ നാളത്തെ റാലിയിൽ രാഹുൽ ചെയ്യേണ്ടത്. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ഈ നിതീഷ് പോയത് കൺവീനർ സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സീറ്റ് ഷെയറിംഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്താത്തത് കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്നുണ്ടോ ഇപ്പോഴും? അദ്ദേഹത്തിന് വിജയ സാധ്യതയുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം പോയി, അവിടെ നിന്ന് വാഗ്ദാനങ്ങൾ അതിനപ്പുറം കിട്ടി. അതിലപ്പുറം നിതീഷിൻ്റെ ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പോകാനുള്ള ആൾ തന്നെയായിരുന്നു. അത് മനസ്സിലാക്കുന്നതിൽ ഒരു പക്ഷേ ഇവർ പരാജയപ്പെട്ടിട്ടുണ്ടാകും, ഇന്ത്യയിലെ മറ്റ് കക്ഷികൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും. പാറ്റ്നയിൽ യോഗ ആദ്യം നടത്തിയെന്നും ഇതിനാദ്യം ഇന്ത്യ മുന്നണി എന്ന പേര് നൽകിയത് ഇദ്ദേഹമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനുശേഷമാണ് മറ്റ് ഓഫറുകൾ വരുന്നത്. ഓഫറുകൾ വെച്ച് രണ്ടും കൂടെ തുലാസിലിട്ട് നോക്കിക്കുമ്പോൾ ഇതിനാണ് തൂക്കം കൂടുതലെന്ന് നോക്കി അങ്ങോട്ട് പോയി എന്നല്ലാതെ നിതീഷ് കുമാറിന് ആ രൂപത്തിൽ ഇനിയും പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം മമതയുടെ രണ്ടും കൂടെ പറഞ്ഞോളൂ, മമതയുടെ കാര്യം കൂടി. മമത 2 സീറ്റ് തരാമെന്ന് പറയുന്നത് എന്താണ് അർത്ഥം? മമത കോൺഗ്രസ് കഴിഞ്ഞ അവിടെ 2 സീറ്റിൽ ജയിച്ചതാണ്. ആ രണ്ട് തരാമെന്ന് ഇനി പറയുന്നതിൽ എന്താണ് അർത്ഥം? അത് എന്ത് തരം ചർച്ചയാണ്? ഈ നോക്കൂ, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ബീഹാറിൽ 2019 നിതീഷ് കുമാർ BJP-ക്കൊപ്പമാണ് മത്സരിക്കുന്നത്, NDA-ക്കൊപ്പമാണ് മത്സരിക്കുന്നത്. അവിടെ ആകെ 40 സീറ്റാണുള്ളത്. അതിൽ 39 സീറ്റും NDA പിടിച്ചു 2019. ഓഫ് കോഴ്സ് ഈ ആഫ്റ്റർ ബാലാക്കോട്ട് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 39 സീറ്റ് കിട്ടുമ്പോൾ ഏതാണ്ട് 54% വോട്ടാണ് NDA-ക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നത്. 50% മുകളിൽ വോട്ട് നിങ്ങൾക്കൊരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സ്വീപ്പിംഗ് വിക്ടറിയാണ്, ഒരു സംശയവും വേണ്ട. അതാണ് നമ്മുടെ ഇലക്ഷൻ ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതാണ്ട് 22% വോട്ട് നിതീഷ് കുമാറിനുണ്ട്. ആ 22% വോട്ട് കൂടി ഇപ്പുറത്തേക്ക് ചേരുകയാണ്. അതായത് RJD-യും കോൺഗ്രസും ലെഫ്റ്റ് പാർട്ടീസും കൂടി ചേരുമ്പോൾ 30% വോട്ടുണ്ട്. 22% വോട്ട് പിന്നെ നിതീഷ് കുമാർ വരുമ്പം 52% വോട്ടായിട്ട് അത് മാറുന്നു. 52% പോൾ ചെയ്തില്ലെങ്കിലും 50% കിട്ടിയാൽ പോലും ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ 40 സീറ്റുള്ള ബീഹാറിൽ തൂത്തുവാരി മഹാഗഠബന്ധൻ വിജയിക്കാം, പ്രത്യേകിച്ച് കാസ്റ്റ് സർവേക്ക് ശേഷമുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടെ നോക്കുമ്പോൾ. മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം വളരെ ശക്തമാണെങ്കിൽ വലിയ വിക്ടറി അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഒരു ചെറിയ ടെൻഷനല്ല BJP-ക്ക് ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ 48 സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്. 48 സീറ്റിൽ നോക്കൂ, അവിടെ കോൺഗ്രസ്, NCP, അതേപോലെ തന്നെ ശിവസേനയുടെ ഒരു നല്ല ഭാഗം ഇത്രയും നിൽക്കുമ്പോൾ അവിടെ ഒരു 10-30 സീറ്റ് പിടിക്കാവുന്നൊരു സംസ്ഥാനമാണ് ഇന്ത്യ മുന്നണിക്ക്. ഈ കണക്കുകൾ നോക്കുമ്പം എവിടെ നോക്കിയാലും, ബംഗാളിൽ നോക്കിയോളൂ. ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം 22 സീറ്റുണ്ട് മമതാ ബാനർജിക്ക്, 2 സീറ്റ് കോൺഗ്രസിനുണ്ട്, 24 സീറ്റ്. 18 സീറ്റാണ് ആർക്കുള്ളത്? BJP-ക്കുള്ളത്. ഈ പറഞ്ഞ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ച ഈ 30% ന്യൂനപക്ഷ വോട്ട് ആഫ്റ്റർ അയോധ്യ, യാതൊരു സംശയവും വേണ്ട, NDA എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് കൃത്യമായി പോൾ ചെയ്യപ്പെടും. 42 സീറ്റുണ്ട് ബംഗാളിൽ. ആ 30% വോട്ട് ഒറ്റ മുന്നണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 30-35 സീറ്റ് അവിടെ നിന്ന് വരുന്നു എന്നാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. DMK നമ്മൾ തമിഴ്നാട് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 20 സീറ്റ് എങ്ങാണ്ടാണുള്ളത്, അവിടെ 38 സീറ്റോളം ഉണ്ട്. ADMK എന്നൊരു പാർട്ടി അവിടെ ഇല്ലിപ്പം. പിന്നെ BJP ആണ് അവിടെ ഉള്ളത്. കോൺഗ്രസും DMK-യും കൂടി സഖ്യമായിട്ട് നിന്നാൽ തമിഴ്നാട്ടിലുണ്ടാക്കാവുന്നൊരു സ്വീപ്പിംഗ് വിക്ടറിയാണ്. ഇങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, പിന്നെ ജാർഖണ്ഡ് ഓഫ് കോഴ്സ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നതാണ്. ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ സഖ്യകക്ഷികൾക്ക് വലിയ വിജയമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇന്ത്യ ബ്ലോക്ക് ഒരു പ്രത്യാശ നൽകിയത് ആ അർത്ഥത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 150-160 സീറ്റുകളോളം ഈ കക്ഷികൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് UP അടക്കമാണ്. UP-യിൽ 64 സീറ്റാണ് ആഫ്റ്റർ ബാലാക്കോട്ട് 2019 10 സീറ്റ് അവിടെ BSP നേടി. 5 സീറ്റാണ് ആർക്കുള്ളത്? സമാജ്വാദി പാർട്ടിക്കുള്ളത്. 1 സീറ്റ് കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ 16 സീറ്റ് ഓൾറെഡി അവിടെയുണ്ട്. 64 സീറ്റേ ഉള്ളൂ BJP-ക്ക്. അയോധ്യ ഒരു വേറൊരു സാഹചര്യമാണ്. ഇപ്പോൾ UP എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും BSP-യും SP-യും ഈ പറയുന്ന ഇവർ കോൺഗ്രസും കൂടി ഒരുമിച്ച് വരികയാണ് എങ്കിൽ വേണമെങ്കിൽ ഒരു 10-25 സീറ്റുകൾ ഉണ്ടാകാവുന്നൊരു സ്ഥലമായിരുന്നു UP. ഈ അർത്ഥത്തിൽ ഈ പറയുന്ന സഖ്യകക്ഷികളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുമെന്ന്
പറഞ്ഞ ആ കാര്യം പാലിച്ചുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുകയും 190ഓളം സീറ്റുകളിലാണ് BJPയെ നേരിടുന്നത് കോൺഗ്രസ്. ഡയറക്റ്റ് ഫൈറ്റാണ്. 2019 കണക്ക് എത്രയാണെന്നറിയാമോ? 190-ൽ BJPയും കോൺഗ്രസും കൂടി നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 175 സീറ്റിലാണ് BJP വിജയിച്ചത്. 15 സീറ്റാണ്, 5% താഴെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് എവിടെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഈ രീതിയിൽ ഛത്തീസ്ഗഡിൽ, ഈ പറയുന്ന അവരുടെ സ്വാധീനമുള്ള ഹിമാചൽ പ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, ഇത്തരം സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, തെലുങ്കാന ഓഫ് കോഴ്സ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കർണാടക ഓഫ് കോഴ്സ്, ഈ സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അവർ നേരത്തെ തന്നെ കാൻഡിഡേറ്റുകളെ തീരുമാനിക്കുകയും അവർ പ്രചാരണത്തിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചേരുന്നതിൽ കോൺഗ്രസ് നേരിടേണ്ട ഒരു 200 സീറ്റിൽ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്താ? ഇപ്പോഴും കോൺഗ്രസ് ഈ ആളുകളെയൊക്കെ കൂട്ടി ഞങ്ങൾക്ക് കുറച്ച് വോട്ടിങ് വന്ന് ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. 52 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ 52 സീറ്റിൽ മേജർ ചങ്കം വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഇവിടുന്നാണല്ലോ 19 സീറ്റ്, കേരളത്തിൽ നിന്നാണല്ലോ 18 സീറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഈ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ എറർ സംഭവിച്ചു. യഥാർത്ഥത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി. വേണമെങ്കിൽ ഒരു 260 സീറ്റ്, 250, 260 സീറ്റ് കിട്ടാവുന്നൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ 250 ക്രോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഇന്ത്യ മുന്നണി. പിന്നെ സാഹചര്യം മാറി. പിന്നെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത്. 2004 ആ അത്ഭുതമാണ് സംഭവിച്ചത്. UP എന്ന് പറയുന്ന മുന്നണി ഉണ്ടായത് ആ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് വലിയ മുന്നേറ്റമാണല്ലോ വാജ്പേയിയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് എവിടെയും ഉണ്ടായിരുന്നില്ല. പക്ഷേ കോൺഗ്രസ് പെർഫോം ചെയ്തു. കോൺഗ്രസ് പെർഫോം ചെയ്തപ്പോൾ ബാക്കിയുള്ള എല്ലാ കക്ഷികളും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. UP എന്നൊരു മുന്നണി ഉണ്ടായി. ആ ഒരു സാഹചര്യം വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരാമായിരുന്നു. അതാണ് ഇല്ലായ്മപ്പെട്ടത്. അതിനകത്ത് കോൺഗ്രസ് കാണിച്ചൊരു മണ്ടത്തരമുണ്ട്. പിന്നെ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ, നിതീഷ് കുമാറിനെ ഞാൻ ആത്മാർത്ഥതയില്ലാത്തൊരു സമീപനമായിരുന്നു നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് നിതീഷ് കുമാറിന് ഇങ്ങനെ ഒരു മുൻകൂട്ടി പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിതീഷ് കുമാറാണ് ഓരോ നേതാക്കളെയും വീടുകളിൽ പോയി കണ്ടത്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആരെയും കണ്ടിട്ടില്ല, സോണിയാഗാന്ധി ആരെയും വിളിച്ചിട്ടില്ല. നിതീഷ് കുമാറാണ് മമതാ ബാനർജി പോയി കാണുന്നത്. ജനുവരി 13 വരെ ഇറിറ്റേറ്റഡ് ആയിരുന്നുമില്ല. അപ്പം നിതീഷ് കുമാർ ഓരോ ആളുകളെയും കാണുകയും ഈ പറയും മഹാരാഷ്ട്രയിൽ പോകുന്നതും ശരത് പവാറിനെ കാണുന്നതും ഉദ്ധവ് താക്കറെ കാണുന്നതും പിന്നെ എല്ലാവരുമായിട്ടും സംസാരിക്കുന്നതും നിതീഷ് കുമാറായിരുന്നു. അപ്പം നിതീഷ് കുമാർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അത് ഞാൻ ഈ പറയുന്ന കണക്കുകളാണ്. അന്ന് അയോധ്യയില്ല, ആ സമയത്ത് അയോധ്യയില്ല, 6 മാസം മുമ്പുള്ളൊരു ഘട്ടമാണ്. അയോധ്യ ഫോർസി ചെയ്യുന്നുണ്ട്. അയോധ്യ വന്നാലും ഇത്തരത്തിലുള്ളൊരു അരിത്മെറ്റിക്സ് വർക്ക് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ ആ ഇനിഷ്യേറ്റീവിനെ പൂർണ്ണമായും പിന്നോട്ടടിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട്. അതിന് സംശയമില്ലല്ലോ. കാരണം വെച്ചാൽ ആണ്, ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ 1996 ഏറ്റവും നല്ല ഉദാഹരണം. 1996 നരസിംഹറാവു സർക്കാർ പോയതിനു ശേഷം രാജ്യത്തൊരു ആൻറ്റി കോൺഗ്രസ്, ആൻറ്റി BJP വികാരം ഉണ്ടാകുന്നു. BJP അപ്പോഴും ഒന്നാം കക്ഷി കേട്ടോ. BJP ഒന്നാം കക്ഷിയായിട്ട് വരുന്നു. വാജ്പേയി സർക്കാർ 13 ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 13 ദിവസം ഭരിച്ചിട്ട് ഭൂരിപക്ഷം കിട്ടാനാകാതെ പോയി. അപ്പോഴാണല്ലോ പുതിയൊരു മുന്നണി ഉണ്ടാകുന്നത്. ആ മുന്നണിയിൽ എന്താണ് കോൺഗ്രസ് എടുത്ത നിലപാട്? കോൺഗ്രസ് പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് JDU അവിടെ അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ദേവഗൗഡ പ്രധാനമന്ത്രിയാവുകയാണ് ചെയ്തത്. കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല ആ മന്ത്രിസഭയിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാറിയുന്നുണ്ട്. കോൺഗ്രസിന് ഇനിയും ഈ പറയുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ പരിപൂർണമായ വിശ്വാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിട്ടില്ല. അവർക്കുണ്ടായിട്ടുള്ള തിരിച്ചടികൾ വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ രീതിയിൽ ഓരോ പാർട്ടികളും അതത് സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിനെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരു ആശയത്തിന് പകരം സെൻട്രൽ സ്റ്റേജ് പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. ആ സെൻട്രൽ സ്റ്റേജ് പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ ആദ്യത്തെ അടി സംഭവിച്ചത് ഈ 4-5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അതിൽ നിന്നും പാഠം പഠിക്കാതെ ഈ ന്യായയാത്രയിൽ പോലും ആരെയും ഷോക്കേസ് ചെയ്യുന്നില്ല. പിന്നെയും രാഹുൽ ഗാന്ധി തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ന്യായയാത്രയിൽ ചെയ്യേണ്ടിരുന്നത് ഈ നേതാക്കളെല്ലാം അണിനിരത്തണമായിരുന്നു. ഇപ്പോൾ ആകെ അണിനിരക്കാൻ പോകുന്നത് ബീഹാറിൽ നാളെ തേജസ്വി യാദവും. അത് ബീഹാറിൽ ഒരു പ്രത്യേക സാഹചര്യമാണ്. ബീഹാറിൽ ഒരു പ്രത്യേക പിന്നെ സ്വാഭാവികമായിട്ടും CPM, ലാലു പ്രസാദ് യാദവ് എല്ലാ കാലഘട്ടത്തിലും BJP വിരുദ്ധ നിലപാടെടുത്തിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാട് ചൂണ്ടിക്കാണിച്ച പോലെ അതിനപ്പുറത്തേക്ക് വേറൊരു രാഷ്ട്രീയ RJDക്ക് സാധ്യവുമല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞത് ഒരുമിച്ച് നിന്നാൽ ഉണ്ടാക്കുന്ന നേട്ടത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെ മാറിയിട്ടുണ്ട്. ഒന്നുകിൽ പ്രലോഭനം അല്ലെങ്കിൽ ഭീഷണി. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കേജ്രിവാൾ പറയുന്നത് ഓരോ 9 MLA-മാരെ BJP സമീപിച്ചു. ഓരോരുത്തർക്കും 25 ലക്ഷം വീതം തരുമെന്നാണ് പറയുന്നത്. 20 കോടി
25 കോടി 25 ലക്ഷം ചെറിയ പൈസ. അല്ല, ഓരോരുത്തർക്കും 25 ലക്ഷം എന്റെ നാണയമാണ് സ്മൃതി, വെച്ചത്. 25 ഒരാൾക്ക് ലക്ഷം 25 പറഞ്ഞ് ഒരാൾക്ക് 25 കോടിയോ? അവർ നാണം കെട്ട് തല കുനിച്ചു പോകും. മുന്നേ അവരുടെ ഡൽഹിയിലിരുന്ന് കാണുന്നുണ്ടല്ല. 100 കോടിയൊക്കെയാണ് മഹാരാഷ്ട്രയിലൊക്കെ ഓഫർ. ഒരാൾക്ക് 25 കോടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ 25 ലക്ഷം. ശരി, എന്തായാലും കോടിയും ലക്ഷം നമ്മളുടെ തെറ്റിപ്പോയി. ഒരു കണക്കിലൊക്കെ 25 ലക്ഷം പൈസയാണല്ലോ. എന്തായാലും അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത്? സർക്കാർ ഇപ്പോൾ വീഴും, കേജ്രിവാൾ ഇപ്പോൾ അറസ്റ്റിലാകും, അതുകൊണ്ട് ഈ സർക്കാർ അധികം നിൽക്കില്ല, അതുകൊണ്ട് വേഗം BJP-ക്കൊപ്പം ചേർന്നോളൂ എന്നാണ് പറയുന്നത്. ഇത് പ്രലോഭനമാണ്. അപ്പുറത്ത് ഭീഷണിയുമുണ്ട്, ED-യുടെ ഭീഷണിയുമുണ്ട്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയും ഒന്നിച്ചു നിൽക്കുക എന്നുള്ള സാഹചര്യമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. അത് ചൂണ്ടിക്കാണിക്കാതെ ഒരുമിച്ച് നിന്നാൽ ഇതിപ്പോൾ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഐക്യത്തോടെ നിൽക്കാത്തത് കൊണ്ടാണ് എന്ന രൂപത്തിൽ മാത്രം അതിനെ വിലയിരുത്താൻ പറ്റുമോ? അല്ലല്ല, അതിനപ്പുറത്തേക്ക് നേരത്തെ ഉണ്ണിയോട് സ്മൃതി ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നോക്കൂ, നിതീഷ് കുമാർ വളരെ കൃത്യമായ നിലപാടെടുത്ത് നിന്നിട്ടുണ്ട്. ഉണ്ണി നേരത്തെ അത് കൃത്യമായി പറയുകയും ചെയ്തല്ലോ. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബദൽ മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിൻ്റെ അടുത്തേക്കും അന്ന് നമ്മൾ അധികം പിന്നോട്ട് പോകണ്ടല്ലോ. കോൺഗ്രസിനോട് മുഖാമുഖം നോക്കി നിൽക്കാത്ത 2 രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. ലോക്സഭയിൽ ഫ്ലോർ മാനേജ്മെൻറ്റിൽ പോലും സഹകരിക്കാതിരുന്ന 2 രാഷ്ട്രീയ പാർട്ടികളായിരുന്നു തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. അവരുടെ അടുത്തേക്ക് പോവുകയാണ് നിതീഷ് കുമാർ. എന്നിട്ട് അവരെ പറ്റ്നയിൽ ഒരു യോഗം വിളിച്ച്, എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമൊന്നും അല്ല ഇത്, നമ്മളൊരു പ്രത്യേക പ്ലാറ്റ്ഫോമാണ്, BJP ഇതര പ്ലാറ്റ്ഫോമാണ് എന്ന് പറഞ്ഞ് ആ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടിരുന്നു. എന്നിട്ട് എന്താണ് ആ സമയത്ത് ഈ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്ഹുഡിൻ്റെ വിഷയത്തിലാ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ? പാർലമെന്റിലൊരു നിലപാട്, പാർലമെന്റിലൊരു നിലപാട് കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക ഘടകം ആം ആദ്മി പാർട്ടിക്ക് എതിരായ നിലപാടെടുക്കണമെന്ന് വാദിക്കുന്നു. അവിടെയും നിതീഷ് കുമാറിൻ്റെ ഒരു ഡൈനാമിക്സ് പ്രവർത്തിക്കുന്നു, കോൺഗ്രസ് അനുകൂലിക്കുന്നു. അപ്പോൾ ആ നിലയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ 2023 ജനുവരിയിൽ പറഞ്ഞ, ഞാനത് എഴുതിയെടുത്തിട്ടുണ്ട് സ്മൃതി, മർജാന കബൂലെ ഉൻകെ സാത്ത് ജാന മുജേ കബി കബൂൽ നെയ്യ, മരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഇവരുടെ കൂടെ പോകില്ല എന്നാണ് പറഞ്ഞത്. 1 വർഷമായിട്ടുള്ളൂ എന്നുള്ളതാണ്. സാധാരണത്തിൽ നിതീഷ് കുമാർ അങ്ങനെ അറുത്തുമുറിച്ച് പറയുന്ന ആളല്ല. ഏത് രാഷ്ട്രീയ സംവിധാനങ്ങളോടും താതാത്മ്യം പ്രാപിക്കുകയും ഒരു ഐഡിയോളജിക്കൽ എത്തിക്സ് ഒന്നും നിതീഷ് കുമാർ ഒരു കാലഘട്ടത്തിലും കാണിച്ചില്ല. ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിലാണെങ്കിൽ തന്നെയും BJP-യോടൊപ്പം പോകണം എന്നുള്ളത് പോകണം, ഇപ്പുറത്ത് വരണമെങ്കിൽ ഇപ്പുറത്ത് വരണം എന്ന ഇങ്ങനെയാണ് നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഇവിടെ പറയുന്ന പൊളിറ്റിക്സാണ്. എന്താണ് മമതാ ബാനർജിയെ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് നീ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇത് കോൺഗ്രസിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജിലേക്ക് വരാനുള്ള സമയം ആയിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് 10-70 കൊല്ലം ഈ രാജ്യം ഭരിച്ച് വലിയ ഒരു വിഴുപ്പ് ഭാരം ചുമക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ അടുത്ത കാലം വരെ കോൺഗ്രസിനെയും BJP-യെയും ഒരുപോലെ അകറ്റി നിർത്തുക എന്ന പൊളിറ്റിക്സിനാണ് ഈ പാർട്ടികളെല്ലാം പ്രാമുഖ്യം നൽകി. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? മമതാ ബാനർജി തന്നെ ചവിട്ടി പുറത്താക്കിയ കോൺഗ്രസിനെ എന്തിനാണ് ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും നിലകൊള്ളുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് BJP അകറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ആ നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ നിതീഷിൻ്റെ കാര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പറ്റ്നയിൽ യോഗം വിളിച്ച നിതീഷ് കുമാർ പറ്റ്നയിൽ കാര്യം സാധിച്ചു. ഉടനെ അടുത്ത ബാംഗ്ലൂരുവിലേക്ക് എത്തുമ്പോഴേക്കും കോൺഗ്രസ് അവിടെ ടേക്ക് ഓവർ ചെയ്യാണ്. ആ മീറ്റിങ്ങിലെങ്കിലും പറ്റ്നയിൽ വെച്ച് വേണ്ട, കാരണം നിതീഷ് കുമാറാണ് അത് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ബംഗളൂരു യോഗത്തിൽ വെച്ച് നിതീഷ് കുമാറിനെ കൺവീനറോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ ആക്കണമായിരുന്നു. നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അത് ചെയ്യണോ? അതിനകത്തുള്ള ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഇതൊക്കെ മാറ്റിവെക്കുക. നിതീഷ് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന്? ജനുവരിയിൽ തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദം കൊടുക്കുന്നു. എന്നിട്ട് നിതീഷ് കുമാർ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ നിതീഷിന് അവിടെ ഒരു റോളും ഇല്ല എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞില്ലേ അവസാനത്തെ വെർച്വൽ മീറ്റിങ്ങിൽ. ഇന്നിപ്പോൾ NDTV-യിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? നിതീഷ് കുമാർ 10 മിനിറ്റ് മുമ്പ് ഈ വെർച്വൽ മീറ്റിംഗ് സ്വിച്ച് ഓഫ് ചെയ്ത് പോയിരുന്നു എന്നുള്ളതാണ്. 13-ാം തീയതി ജനുവരി 13-ാം തീയതി രാഹുൽ ഗാന്ധിയുമായിട്ട് അടിയുണ്ട്. രാഹുൽ ഗാന്ധി പറയാണ്, ഈ നിതീഷിൻ്റെ പേര് മുന്നോട്ട് വെക്കുന്നു.
ഉടനെ രാഹുൽ ഗാന്ധി പറയാണ് ഞാനത് മമതയോട് കൂടെ ചോദിക്കട്ടെ എന്ന് പറയാണ്. ആണ്. അത് അടിയായി. വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചു. ഏതാണ്ട് മൂപ്പര് നേരത്തെ വെർച്വൽ മീറ്റിംഗ് അവസാനിപ്പിച്ചു പോയി എന്നുള്ളത്. നമുക്ക് ഇതൊന്നും പറ്റില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം അധികാരത്തിൽ നിന്ന് മാറി എനിക്ക് രാഹുൽ ഗാന്ധിയിൽ അക്കാര്യത്തിൽ വലിയ ഹോപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊന്നും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളല്ല. പക്ഷെ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരണന്നേ. ഞങ്ങളല്ല എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് അത് കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു എന്ത് ഈ പറയുന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. സമാജ്വാദി പാർട്ടി അവിടെ 4 സീറ്റേ ചോദിച്ചിട്ടുള്ളൂ മധ്യപ്രദേശിൽ. രാജസ്ഥാനിൽ ലെഫ്റ്റിന് ഓൾറെഡി 2 സീറ്റ് ഉണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് കൊടുത്തിരുന്നെങ്കിൽ നിതീഷ് കുമാറിനും പോകാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. മാത്രമല്ല നിതീഷ് കുമാർ വാരണാസിയിൽ റാലി പ്രഖ്യാപിച്ച ആളാണ്. പ്രഖ്യാപിച്ചാണ് വാരണാസിയിൽ നിന്ന് ഞാൻ റാലി ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ ആളാണ്. ആ റാലി നടന്നില്ല. ഭോപ്പാൽ റാലിയെ സമ്മതിച്ചോ? ഭോപ്പാലിലേക്ക് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞു ഇന്ത്യ മുന്നണി, ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞു. ഇപ്പൊ അല്ലെന്നേ, അതാണ് ആര് പറയുന്നു? കമൽനാഥ് സ്വന്തം നിലക്ക് പറയാണ്. പറയാണ്. ഇന്നേ വരെ ഒരു മുന്നണി രൂപീകരിച്ചിട്ട് ഇപ്പൊ എത്ര ഒരു വർഷത്തോളായില്ലേ, ഇന്നേ വരെ ഒരു റാലി പോലും സംഘടിപ്പിക്കാൻ സാധിക്കാത്ത, ഒരു സമ്മേളനം പോലും, ഒരു 10 പ്രവർത്തകരെ വിളിച്ച ഒരു സമ്മേളനം പോലും നടത്താൻ സാധിക്കാത്ത ഒരു മുന്നണിയിൽ നമ്മളെങ്ങനെയാണ് പ്രതീക്ഷ വെക്കുക? എന്ന് മാത്രമല്ല ബി ജെ പി ഇപ്പം കോൺഗ്രസ് സെൻട്രൽ സ്റ്റേജിലേക്ക് വരാതിരിക്കുന്നു. കോൺഗ്രസ് ഒരു ബിഹൈൻഡ് ദ കർട്ടൻ ആണ് അവർ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ പ്രചാരണത്തിന് ബി ജെ പി എന്തിനെ ആശ്രയിക്കും? ബി ജെ പിക്ക് ഇവിടെ ഇന്ത്യയിൽ വിമർശിക്കാൻ പറ്റുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ്. ഇപ്പോൾ അവിടെ പോയിട്ട് സമാജ്വാദി പാർട്ടിയോ ഇവിടെ പോയിട്ട് നിതീഷ് കുമാറിനെയൊന്നും വിമർശിച്ചുകൊണ്ട് അങ്ങനെ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രാജ്യത്ത് കോൺഗ്രസിനെതിരെ സംസാരിച്ചുകൊണ്ടൊരു വികാരമുണ്ടാക്കി മുന്നോട്ട് വരിക എന്നുള്ള ആ പ്രചാരണ ആയുധത്തിൻ്റെ മുനയൊടിക്കാൻ പോലും കഴിയുമായിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസ് പിന്നിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ എല്ലാ അമ്പുകളും ഇവർ എയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവരുടെ ലക്ഷ്യം മുഴുവൻ എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളാവും. അതൊന്നും ആ രീതിയിൽ അവരെയും ബി ജെ പിയെയും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. സമയം നോക്കിയില്ല 47 ഒരു വിഷമിപ്പിക്കുന്ന കാര്യം കൂടി പറഞ്ഞോട്ടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. അഖിലേഷ് യാദവ് ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദളുമായാണ് സഖ്യമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കോൺഗ്രസുമായല്ല. ഇന്ത്യ മുന്നണിയുടെ ഈ ചർച്ചകൾ അല്ല അവരുമായിട്ടുള്ള സീറ്റ് ഷെയറിന്റെ സീറ്റ് ഷെയറിംഗ് മറ്റേ ചർച്ച നടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നൊന്നുമില്ല. എന്ന ചോദ്യത്തിൽ ഈ അപമാനം വിളിച്ചു വരുത്തിയതാണ് എന്ന രൂപത്തിലാണോ നികേഷ് കുമാർ അഭിപ്രായപ്പെടുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ കോൺഗ്രസ്സിന് തുടർച്ചയായി അബദ്ധങ്ങൾ പറ്റുന്നു എന്നുള്ളതാണ്. അതിന് ഒരു നേതൃത്വം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധിയാണ് അതിൻ്റെ നേതൃത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ബുദ്ധി കാണിക്കുന്നില്ല എന്നുള്ള പ്രശ്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിനോടൊപ്പമുള്ള KC പ്രതീക്ഷ ഉണ്ടെന്നാണ് നികേഷ് പറഞ്ഞത്. അല്ല, രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിനകത്ത് എനിക്ക് അദ്ദേഹം സെൽഫ്ലെസ് ആയി ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. അല്ല, ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങളെടുത്ത് ഞാൻ ഇങ്ങനെ പറയാം. അതായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉടനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കയറാം എന്നൊന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ല, ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നു? അവർ വേഗത്തിൽ അധികാരം തങ്ങളുടെ പക്ഷത്തേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ വരട്ടെ എന്നുള്ളൊരു നിലപാട് തൃണമൂൽ മുന്നോട്ട് വെച്ചപ്പോൾ അതൊരു കെണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാതിരുന്നത് എന്നുള്ളതാണ്. അതേസമയം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് പോകുന്നു. ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങിയ ദിവസം തന്നെ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിരുന്നു, അത് ഈ സമയത്തിൻ്റെ ആവശ്യമേ അല്ല. ഇവിടെ ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടായതുപോലെ തന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാവുന്നേ. കാരണം അവിടെയുള്ള 30% വോട്ട് എൻ ബ്ലോക്ക് മമതാ ബാനർജിക്ക് പോയാൽ മാത്രമേ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴുള്ള 22 സീറ്റ് പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. കാരണം ബംഗാളൊക്കെ സാധാരണഗതിയിൽ ഈ ഹിന്ദുത്വ ഐഡിയോളജിയോട് വശംവദമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സംസ്ഥാനമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമതാ ബാനർജിയുടെ 30% പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തുന്നു എന്നുള്ളൊരവസ്ഥ. ഇന്നിപ്പോൾ വന്നിട്ടുള്ള വാർത്ത എന്താണ്? നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറയായിരുന്നു, ബംഗാളിൽ ഭാരത് ജോഡോ യാത്രയോടൊപ്പം ചേർന്ന് അണിനിരക്കുന്നത് ബീഹാറിലെ RJD-യെക്കാളും ആവേശത്തോടെ അവിടെ CPM ആണ്. CPM വലിയ ബോർഡുകൾ മുന്നോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് സ്വാഗതം ഓതുകയാണ് ചെയ്യുന്നത്. അവിടെ മമതാ ബാനർജി ആട്ടി ഓടിക്കുമ്പോൾ CPM ആണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റും CPM-ഉം ഒന്നിച്ച് നിന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് 20% വോട്ട് അവിടേക്ക് പോകുന്നു എന്നാണ്. ആ 20%-ലെ മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ വോട്ടുകളാണ്. അവിടെ മമതാ ബാനർജിക്ക് അത്രയും ശതമാനം വോട്ടുകൾ നഷ്ടപ്പെടുന്നത് സഹിക്കാനാകില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ന്യായ യാത്രക്കെതിരായിട്ടുള്ള അവരുടെ നിലപാട് എന്നുള്ളതാണ്. ഇനി നോക്കൂ,
സുജയ ഒറ്റ മിനിറ്റ് കൂടെ. അതായത് ഓരോ സംസ്ഥാനത്തിലും ഇനിയിപ്പോൾ സാധ്യമാകുന്ന കാര്യം ഞാൻ വിചാരിക്കുന്നത് അതത് പ്രാദേശിക കക്ഷികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധ്യത ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യ മുന്നണി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കല്ല പോകുന്നത്. പക്ഷേ അതത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികളെ വിജയിപ്പിച്ച് ആ പ്രാദേശിക കക്ഷികൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ പുതിയ തന്ത്രത്തിലേക്ക് കോൺഗ്രസ് വരുമോ എന്ന് നോക്കാം. സുജയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ എനിക്ക് ശരത് പവാറിന്റെ ഒരു റോൾ കൂടി നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട്. നിതീഷ് കുമാറിന്റെ ഈ നീക്കത്തിൽ ഏറ്റവും ഞെട്ടലോടുകൂടി ആ നീക്കത്തിൽ പ്രതികരിച്ച ഒരാൾ ശരത് പവാറാണ്. ശരത് പവാറിന്റെ ANA-യിൽ വന്ന ഒരു സൗണ്ട് ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നു, ഞാൻ നേരത്തെ അതാണ് റെഫർ ചെയ്തത്, 15 ദിവസത്തിനിടെ നിതീഷ് കുമാറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്ത്യ മുന്നണി പഠിക്കേണ്ടതുണ്ട്. കാരണം അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾ മൂലം നഷ്ടമുണ്ടാക്കാൻ പോകുന്ന, നേരത്തെ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് മുന്നണിക്കാകെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് BJP-യുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിലേക്ക് അടുക്കാൻ വേണ്ടി കോൺഗ്രസ് സെൻട്രൽ സ്റ്റേജ് പിടിക്കാനായി കളിക്കുമ്പോൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കേണ്ട, അല്ലെങ്കിൽ ഒപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ആളുകളെല്ലാം ഒന്നുകിൽ ദുർബലരാക്കും അല്ലെങ്കിൽ അടിച്ചപ്പുറത്തേക്കാക്കും. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയിലേക്ക് അത് എത്തിക്കുന്നില്ല. അവിടെയാണ് ശരത് പവാർ ഈ ജനുവരി 13-ാം തീയതിയിലെ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. നിതീഷ് കുമാർ കൃത്യമായി ആളുകളെ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി നടന്നിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും മാറ്റം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്നതാണ് ശരത് പവാർ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത്. അതൊരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ്. ഈ നിതീഷ് കുമാറിനെ പൊളിറ്റിക്കൽ കമീഡിയൻ എന്ന് വിളിക്കുമ്പോൾ നിതീഷ് കുമാർ എന്തുകൊണ്ട് സൈഡ്സ് സ്വിച്ച് ചെയ്തു എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. ഇപ്പോൾ BSPയെ കുറിച്ച് ഉണ്ണി സാർ പറഞ്ഞല്ലോ, BSP ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നോക്കാം. ഈ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി മാറരുത് എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായും BJP-ക്ക് ഉണ്ടല്ലോ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ മുന്നണിയിലെ അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും സഹായിക്കുകയാണ് എന്ന രൂപത്തിൽ കൂടി കാണേണ്ടി വരും. അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ സ്വാഭാവികമായും സഖ്യമുണ്ടാകും. സഖ്യത്തിന് ഒരു തടസ്സം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. വേറെ വഴിയില്ല. ഇപ്പോൾ കോൺഗ്രസിന് അവിടെ ആകെപ്പാട് ഒരു സീറ്റാണ് ഉള്ളത്. ഇനിയിപ്പോൾ സഖ്യമൊന്നും ഇല്ലാതെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ എവിടെയും ഉണ്ടാവില്ല. മാത്രമല്ല, നോക്കൂ, ഇപ്പം റായ്ബറേലിയും അമേഠിയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്റ്റീജ് പ്രശ്നം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഉത്തർപ്രദേശിൽ ഒരു സഖ്യ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പഞ്ചാബിലും പിന്നെ അതേപോലെ തന്നെ ഡൽഹിയിലും ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഓൾമോസ്റ്റ് ക്ലിയർ ആണ്. ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചാലും അവസാനം DMK പറയുന്നതിനകത്ത് കൺസീഡ് ചെയ്യേണ്ടി വരും. മഹാരാഷ്ട്രയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് സഖ്യം എന്ന് പറയുന്നത്. പ്രതിസന്ധി 2 സ്ഥലത്താണുള്ളത്. ഒന്ന് പിന്നെ ബംഗാളിലും, 2 ബീഹാറിലും. ഇപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാർ അല്ല, പഞ്ചാബിലും ഡൽഹിയിലും കൂടി ആം ആദ്മി പാർട്ടിയായിട്ട് ധാരണയിൽ എത്തേണ്ടി വരും കോൺഗ്രസിന്. അല്ലാതെ കോൺഗ്രസിന് ഈ പഞ്ചാബിലും ഇല്ല. കേജ്രിവാൾ പറഞ്ഞു, കേജ്രിവാൾ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ്പോൾ അലയൻസിലേക്കായിരിക്കാം മേ ബി പോവുക. അല്ല, പഞ്ചാബിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി BJP-ക്ക് വലിയ സ്വാധീനമില്ലാത്തത് കൊണ്ട് രണ്ടുപേരിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ലല്ലോ. അല്ല, BJP-ക്ക് അപ്പം അകാലിദളിന് വലിയ സ്വാധീനം, ശിരോമണി അകാലിദളും BJP-യും കൂടി സഖ്യത്തിൽ വരുന്നു. ഇതിനകത്തൊക്കെ ഒരു ആന്റി ഇൻകംബൻസിയും വർക്ക് ചെയ്യും. അത്രയൊക്കെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം കോൺഗ്രസും പിന്നെ ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിൽക്കുന്ന തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും ഗുണം പഞ്ചാബിൽ. അതേപോലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിൽക്കുന്നതാണ് ഡൽഹിയിലും ആം ആദ്മി പാർട്ടിക്ക് ഗുണം. അപ്പോൾ ആ അർത്ഥത്തിലൊരു സമ്മർദ്ദം ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ബീഹാറിലും പിന്നെ ബംഗാളിലുമാണ്. ബീഹാറിൽ ഇപ്പോൾ RJDയും ലെഫ്റ്റ് പാർട്ടീസും കോൺഗ്രസും ഓൾറെഡി ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഈ പറയുന്ന നിതീഷ് കുമാറാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ 2019 സെയിം സിറ്റുവേഷനാണ്. അവിടെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. 2020 പിന്നെ നന്നായി പെർഫോം ചെയ്തു. RJDയും കോൺഗ്രസും നന്നായി പെർഫോം ചെയ്തു. അത് 2019 വളരെ മോശം പ്രകടനത്തിന് ശേഷം 2020 അവർ തിരിച്ചു പിടിച്ചു. ഏറ്റവും വലിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് പിന്നെ RJD വന്നു. 79 സീറ്റ്, 19 സീറ്റ് ഇവർക്ക് കിട്ടി. ആർക്ക്? പിന്നെ കോൺഗ്രസിന് കിട്ടി 16 സീറ്റാണ് ഈ പറയുന്ന ലെഫ്റ്റ് പാർട്ടീസിനും CPIM-ലും കൂടി ചേർത്ത്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോൾ 2020 അങ്ങനെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അപ്പം ബീഹാറിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ പറയുന്നത് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അങ്ങനെ എഴുതിത്തള്ളാറായിട്ടില്ല. കോൺഗ്രസ് കൺസീഡ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ നികേഷ് പറഞ്ഞ കണക്ക് ഓരോരോ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികളെ അവർ സപ്പോർട്ട് ചെയ്യുകയും അവർ വിജയിച്ചു വരികയും ഒരു പോസ്റ്റ്പോൾ അലയൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി. അത് ബാക്കിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ഒക്കെ തന്നെയും. പക്ഷേ ഇനി അപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് കുറച്ചുകൂടി ഈ 5 സംസ്ഥാനങ്ങളിൽ ദുർബലമാവുകയും കോൺഗ്രസിൻ്റെ റോള് കുറയുകയും ചെയ്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ഇനി പ്രാദേശിക കക്ഷികളിൽ തന്നെ അഭയം പ്രാപിക്കാൻ
നിർബന്ധിതരാവും. നിർബന്ധിതരാവും. അപ്പോൾ കോൺഗ്രസിന്റെ റോൾ എന്താണ് എന്നൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായി എന്നുള്ളതാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം. ഏതായാലും മമത അപമാനിച്ചു എന്ന ചോദ്യത്തിന് 4 പേരും അതേ എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.